128 സങ്കീർത്തനം 3 വാക്യം, നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. ഭക്തനായിരിക്കുന്ന ഇവനോട് ചോദിച്ച്, വീട്ടിനകത്ത് ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാണോ? താനൊരു വലിയ സമ്പന്നനായ മനുഷ്യനാണ്. 7000 ആടും 3000 ഒട്ടകം, 500 ഏർ കാള, 500 പെൺകഴുത, 10 മക്കൾ, അങ്ങനെ ദാസീദാസന്മാർ അടക്കം ഒരു വലിയ സമ്പന്നനായിരിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ട്, തൻ്റെ മക്കളും 10 മരിച്ച്, മൃഗസമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട്, വീട്ടിനകത്ത് ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറയപ്പെട്ടവനായി ഇരിക്കുമ്പോൾ, തന്നെ ചേർത്ത് നിർത്തേണ്ട, തന്നെ കരുതേണ്ട, തന്നെ ധൈര്യത്തിൻ്റെ വാക്കുകൾ പകർന്നു നൽകേണ്ട തൻ്റെ ഭാര്യ തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോഴും താങ്കൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് കളഞ്ഞുപോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ തൻ്റെ ഭാര്യയുടെ വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ തൻ്റെ നേരെ ഒരു ശരം പോലെ എഴുന്നേറ്റ് വന്നപ്പോഴും ആ വാക്കുകൾ തിരിച്ചറിഞ്ഞ് തൻ്റെ ഭാര്യയെ ആത്മാവിൽ ശാസിക്കുക മാത്രമാണ് ഭക്തനായിരിക്കുന്ന ഇയ്യോബ് ചെയ്തത്. അതേ ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ വരുമ്പോൾ, നിൻ്റെ പ്രത്യാശയെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ വരുമ്പോൾ, ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയില്ലേ, നീ ഘോഷിക്കുന്ന വ്യക്തിയില്ലേ, നിൻ്റെ ജീവിതത്തിൽ എന്നെ മാറി മാറി ഇങ്ങനെ സംഭവിക്കുന്നെന്ന് ചോദിച്ച നിൻ്റെ വിശ്വാസത്തെയും നിന്നിലുള്ള പ്രത്യാശയും ചോദ്യം ചെയ്യുമ്പോൾ, ഒരിക്കൽ പോലും ആടിപതരാതെ, അതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഓർത്തോ. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണെങ്കിലും 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7000 ആടിന് പകരം 14,000 ആടിനെയും, 3000 ഒട്ടകത്തിന് പകരം 6000 ഒട്ടകത്തെയും, 500 ഏർ കാളയ്ക്ക് പകരം 1000 ഏർ കാളയും, 500 പെൺകഴുതിക്ക് പകരം 1000 കഴുതയും, തൻ്റെ 10 മക്കളെയും തിരിച്ചു കൊടുത്തൊരു ദൈവത്തിൻ്റെ കരം അതിവിദൂരമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാൽ ഓർത്തോ, ഇന്നലകൾ നീ അനുഭവിച്ച പല നന്മകളും ഒരുപക്ഷെ ഇന്ന് നിൻ്റെ കരത്തിൽ കാണത്തില്ല. എന്നാൽ കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ച നന്മയേക്കാൾ ഇരട്ടി നന്മ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ നിൻ്റെ ജീവിതത്തിനകത്ത് തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ട് വിശ്വസിച്ചോ. നിൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യുന്ന വാക്കുകൾ ശരം പോലെ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലോ, നീ ആത്മാവിൽ സ്തോത്രം പറ. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. ഇന്നലകൾ നഷ്ടപ്പെട്ട നന്മകളെയൊത്ത് കണ്ണുനീരോടിരിക്കേണ്ട തമ്പുരാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.